ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കാണിച്ചിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് കിഡ്നിയും ലിവറും ട്രാൻസ്പ്ലാന്റേഷനിൽ സഹായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കെഡാവറിക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ഒരു പേപ്പറിൽ ഞാൻ വായിച്ചായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കെഡാവറിക് ട്രാൻസ്പ്ലാന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് തമിഴ്നാടാണ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ നടക്കുന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആയതുകൊണ്ട്. പക്ഷേ ബോൺ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ബോൺ ട്രാൻസ്പ്ലാന്റേഷനെ വേറൊരു വ്യക്തിയുടെ അടുത്ത് നമ്മുടെ ദേഹത്തിലേക്ക് ബോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് ഉടനെ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചേർക്കേണ്ടത് ആവശ്യമില്ല. 6 മാസം മുന്നെയോ 1 കൊല്ലം മുന്നെയോ മരിച്ച ആൾക്കാരുടെ ബോൺ നമുക്ക് ബോൺ ബാങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ ബോൺ ബാങ്കിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ബോൺ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ബോൺ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനോ ലിവറോ കിഡ്നിയോ പോലെ ജീവിതകാലം മുഴുവൻ അതിന് വേണ്ട കീമോതെറാപ്പി ഡ്രഗ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. വേറൊരു വ്യക്തിയുടെ അവയവം നമ്മുടെ ദേഹത്തിൽ വെക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. പക്ഷെ ബോണിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബോണിനെ നമുക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് നമ്മുടെ ദേഹത്തിലേക്ക് സ്റ്റോർഡ് ആയിട്ടുള്ള ബോണ് ഡീമെൻ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഏത് പേഷ്യൻ്റ് വേണമെച്ചാൽ ബോൺ നമ്മുടെ ദേഹത്തിൽ വെക്കാം. അതിന് ക്രോസ് മാച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ബോൺ നമ്മുടെ ദേഹത്തിൽ വെച്ചതിന് ശേഷം ആ ബോണിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ബോൺ വളരും. ആ ബോൺ വെറും ഒരു ഫ്രെയിം വർക്ക് പോലെ വർക്ക് ചെയ്യും.